Hi guys, I have a 10.5 cents of land. Asking price is 3 lakhs per cent, and this property is more than 1 mile away from the Peachy Dam. If interested, please contact me. My email address is trdavid2009@gmail.com. Phone number 9656058330. Thank you. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് പീച്ചി ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് തൃശ്ശൂരുള്ള എല്ലാ ഡാമും കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പീച്ചി ഡാമിലോട്ട് പോകുന്നത്. അപ്പോൾ പീച്ചി ഡാമിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴി കാണാം. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിലോട്ട് ബസ് പിടിച്ചു. ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് പീച്ചി ഡാമിലുള്ള ബസ്സൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടാം. അപ്പോൾ ശക്തൻ സ്റ്റാൻഡിൽ നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സസൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് പീച്ചി ഡാമിലോട്ട് 30 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. പോണ റൂട്ടിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കുറവാണ്. ആകെ വരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു KFRIയുടെ റൂട്ടിൽ നല്ലൊരു വഴിയാണ്. ആകെ കൂടെയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ ഒരു വഴിയാണ്. അതിനുശേഷം നമ്മളിതാ പീച്ചി ഡാമിൻ്റെ കവാടം കഴിഞ്ഞ് എൻ്റർ ചെയ്യാണ്. ഫസ്റ്റ്ലി തന്നെ നമുക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയ ആണ് വരുന്നത്. ബസ് നിർത്തുക ഇതിന് കുറച്ച് മുൻപായിട്ടാണ് ബസ് നിർത്തുക. ഇതാണ് ഇവിടുത്തെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. പാർക്കിങ്ങിനായിട്ട് സ്പെസിഫിക് ചാർജസ് ഉണ്ട്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇക്കോ ടൂറിസം പ്രോഗ്രാംസ് ആയിട്ട് കുറച്ച് ട്രക്കിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറച്ചധികം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബസ് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ വാഴനി ഡാം ചിമിനി ഡാം പോലൊന്നല്ല. നമുക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ ബസ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ഇവിടെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അത് കാരണം ക്യാമറ ഒന്നും അലൗഡ് അല്ല. ഈ ഡാമിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനുള്ള കാഴ്ചകൾ ഇവരിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്കിവിടെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഗേറ്റിൻ്റെ പുറത്ത് തന്നെയായിട്ട് ടിക്കറ്റ് കൗണ്ടർ വരുന്നുണ്ട്. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 10 രൂപയും പിന്നെ 12 വയസ്സിന് മുകളിൽ 20 രൂപയും 60 വയസ്സിന് താഴെ 10 രൂപയാണ് ഫീസ് വരുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ എൻട്രി ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മാപ്പും പീച്ചി ഡാമിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് പലയിടത്തായിട്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ ഈ ഒരു ഡാമിൽ നമ്മൾ കയറി ചെല്ലാൻ തന്നെ ഡാമിൻ്റെ ആ ഒരു ഷട്ടർ പോർഷനിലോട്ടാണ് നമ്മൾ ഫസ്റ്റ്ലി തന്നെ എൻ്റർ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ. ഈ ഒരു സമ്മർ സീസണായ കാരണം കൊണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം കുറവാണ്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ടൈമാണ്. അത് കാരണം കൊണ്ട് പച്ചപ്പൊക്കെ കുറവാണ്. നമ്മൾ വന്നൊരു ടൈമും കുറച്ച് വെയിലുള്ള ടൈമാണ്. അപ്പം അധികം പേരൊന്നും ഇല്ല. പിന്നെ വെക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നല്ല രാവിലെ വരാം, അല്ലെങ്കിൽ ഒരു വൈകിട്ട് വരുന്നതാണ് ഞാൻ കൂടുതൽ ഇവിടെ പ്രിഫർ ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് പീച്ചി ഡാമിലോട്ട് 21 കിലോമീറ്ററാണ് വരുന്നത്. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് 7 മണി മുതൽ രാത്രി 9 മണി വരെ ഇങ്ങോട്ടേക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ പാലക്കാട് റൂട്ടിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ പട്ടിക്കാട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പീച്ചി ഡാമിലോട്ട് ബസ് കിട്ടുന്നതാണ്. പീച്ചി ജലസേചന പദ്ധതി, ശുദ്ധജല വിതരണം ഇവയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ പീച്ചി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്.
ഷട്ടറിൻ്റെ പോർഷൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കിലേക്കാണ്. ഇവിടെ നമുക്കൊരു ഷോപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്നാക്സ്, കൂൾ ഡ്രിങ്ക്സ്, ക്യാപ്പ്, ടോയ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ടവറാണ് പവിലിയൻ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് പീച്ചി ഡാമിൽ വന്ന ഒരു ഫേവറേറ്റ് സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്പോട്ടാണ് എൻ്റെ പീച്ചി ഡാമിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ എന്ന് പറയുന്നത്. നല്ലൊരു അടിപൊളി മരങ്ങളും താഴെ ഇരിക്കാനും ഊഞ്ഞാലൊക്കെ ആയിട്ട് നല്ല കിടിലനാണ്. നമുക്ക് ക്യാമറ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് എൻ്റെ നഷ്ടമൊക്കെ മനസ്സിലാവുക. കാരണം നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗാർഡൻ ഒരു ഇതുണ്ട് കേട്ടോ, സെറ്റപ്പ് ഉണ്ട്. ഗാർഡൻ അല്ല, കുറേ നല്ല അടിപൊളി മരങ്ങളായിട്ട് കുറേ ഇരിക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ്. കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി നടന്നു വന്നതിൻ്റെ ക്ഷീണം തീർത്തിട്ട് ഇനി വീണ്ടും നമ്മൾ നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഊഞ്ഞാലിൻ്റെ പോർഷനിൽ തന്നെയായിട്ടൊരു കുഞ്ഞു പാർക്ക് പോലെയുണ്ട്. പിന്നെ ഇവിടെ ലാക്ടേഷൻ റൂമും റെസ്റ്റ് റൂമും കാര്യങ്ങളും വാഷ്റൂമും ഒക്കെ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പോർഷനിൽ. അവിടുന്ന് പിന്നെ നമുക്ക് ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ ഒരു വഴി കൂടിയാണ്. ഇവിടെ നമുക്ക് ഒരു ഫോറസ്റ്റ് വഴി ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ പോയപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് ആ ഒരു പവിലിയൻ എഴുതിയില്ല, അതിൻ്റെ മുകളിലോട്ട് എത്തും നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ പോവാം. ഇവിടെ ഇപ്പോൾ ഭയങ്കര കാടൊക്കെ പിടിച്ച് ഭയങ്കര ഒരു എൻട്രി ഇല്ലാത്ത പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഇതിലേ പോവാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഫുൾ നല്ല ഉണങ്ങി കിടക്കുന്ന സമയമാണ്. $3200 ഏക്കറിലാണ് ഈ ഒരു പീച്ചി ഡാം ഉള്ളത്. 1958 ഇത് നിർമ്മിച്ചത്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഡാം ഓഫ് കേരളയാണ്. അതുപോലെ തന്നെ ഇതൊരു ഹാഫ് ഡേ ട്രിപ്പിന് പറ്റിയ തൃശ്ശൂരിലെ ഒരു സ്പോട്ട് കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു സർക്കിൾ അടിച്ചു. ഒരു സർക്കിൾ പോലെയാണ്. ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഒരു ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലോട്ട് എത്തി. ഈ ഒരു ടൈമിൽ ഇതിലൊന്നും നടന്നു വരുന്നത് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. കാരണം ഒന്നാമത് ഭയങ്കര ഡ്രൈ ആണ്, വലിയ കാഴ്ചകളൊന്നും കാണാനില്ല. അങ്ങനെ പവലിയൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. കുറേ നല്ല ഭംഗിയുള്ള തൂണുകൾ. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഒരു തണുപ്പല്ല, ഒരു തണലുണ്ട്. നമ്മൾ അത്രയും ചൂട്ടത്ത് നിന്ന് ഇതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ ഇതാണ് പവലിയൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഡാം ഷട്ടർ പോർഷൻ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലായിരുന്നു, അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിതൊരു 3 സ്റ്റെപ്പായിട്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിൽ ഹൈ വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് കുറേ ബെഞ്ചസൊക്കെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്ത് ഇരിക്കും. കാരണം അത്രയും ഒരു സുഖം കിട്ടും ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ. ഒരു ചൂടിൽ നിന്നുള്ള ഭയങ്കര ആശ്വാസം കിട്ടും. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് കയറി. നമ്മൾ സെക്കൻഡ് തട്ടിൽ നമ്മൾ അത്രയും നിന്നില്ല. നമ്മൾ ടോപ്പിലോട്ട് ഈ ഒരു 18ാം പടി പോലെ കുറേ പടികളുള്ളത് കയറിയിട്ടും ടോപ്പിലോട്ട് എത്താമെന്ന് വിചാരിച്ചു. കാരണം നല്ല ചൂടുള്ള സമയമൊക്കെ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുകളിലത്തെ വ്യൂക്ക് എത്തിയാൽ മതി എന്നായിരുന്നു. വെയിലത്ത് കയറാൻ അത്യാവശ്യം നല്ല പാടുണ്ട്. പക്ഷെ കയറി വരുമ്പോഴുള്ളൊരു വ്യൂ സാറ്റിസ്ഫൈങ് ആണ്. അയ്യോ, സമയം ഓൾമോസ്റ്റ് ഒരു 12, നല്ല പൊള്ളുന്ന വെയിൽ. നമ്മൾ മോച്ചിട്ട് പറഞ്ഞ മുകളിൽ കയറി. അപ്പോൾ വ്യൂ ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പവലിയൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഈ ഡാമിൻ്റെ കംപ്ലീറ്റ് 360 ഡിഗ്രിയിലുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഭയങ്കര ഉയരത്തിൽ നിന്ന് നമുക്ക് നല്ല ഭംഗിയിൽ ഇത് ആസ്വദിക്കാൻ പറ്റും. സമയം മാത്രമാണ് നമുക്ക് പറ്റാതിരുന്നത്. ഒരു ഈവനിങ്ങോ രാവിലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഒരു ജലം ശുദ്ധീകരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം നമ്മൾ പവലിയൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറങ്ങിയിട്ട് നമ്മുടെ ഊഞ്ഞാലിട്ട പോർഷനില്ലേ അവിടെ നിന്നാണ് നമ്മൾ പിന്നീട് നമ്മുടെ റൂട്ട് എടുത്തേക്കണത്. അതിൻ്റെ അവിടെ തന്നെ താഴേക്ക് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റെപ്പും വഴിയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു വഴിയും തണലൊക്കെയാണ്. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സ്പോട്ടാണ്. ഈ ഒരു സ്റ്റെപ്പിൽ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്.
അവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെയും കിഡ്സിന് പറ്റിയ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു തട്ടിലായിട്ടുണ്ട്. ഈ ഒരു വഴി നമ്മുടെ ഒരു ടോയ്ലറ്റ് സൈഡ് ഉണ്ടായിരുന്നു, ഒരു കാട്ടിക്കൂടെ സർക്കിൾ അടിച്ചിട്ട് ആ ഒരു വഴി അങ്ങനെ പോകും. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് ഇത്. ഇവിടെ നിന്ന് പിന്നെ നമുക്ക് ഞങ്ങളുടെ ഗാർഡനിലോട്ടാണ്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫോളോ ചെയ്ത റൂട്ട് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീച്ച് ഡാമിലെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഇനി അത് നിൻ്റെ ഒരു തോന്നലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗാർഡൻ ഏരിയ ഭയങ്കര വാസ്റ്റാണ്, പക്ഷേ ഗാർഡൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സാണ്. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് വന്നത്. കാരണം കുറേയൊക്കെ അവിടെ കാട്ടി കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു മെയിൻ്റെനൻസ് ഇല്ലാതെ അങ്ങനെ കിടക്കുകയാണ്. ചിലതൊക്കെ മെയിൻ്റെനൻസ് ഉണ്ട്, ചിലതൊന്നും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ നല്ലൊരു ഗാർഡൻ ഏരിയ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാണിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം മെയിൻറ്റെയിൻ ചെയ്യാതെ തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെയായിട്ട് ഫീൽ ചെയ്തു. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ നല്ല സ്പേസിലും ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസിലോ ഒന്നില്ലെങ്കിൽ ബെഞ്ചിന് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ല. ആകെ ഇങ്ങനെ പുല്ലൊക്കെ പാറി ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതാണ് ഫുള്ള് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു ഗാർഡൻ്റെ ഒത്ത നടുക്കായിട്ട് ഇതുപോലൊരു ഫൗണ്ടെയിൻ്റെ ഒരു കനാൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് അടിപൊളി ഒരു കാഴ്ചയുണ്ട്. ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മുടെ പരശുരാമൻ മഴ വീശാനായി നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് ആ ഒരു വെള്ളം സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഈ ഡാമിൻ്റെ ഗാർഡൻ്റെ അങ്ങനെ നടുക്കോടെ അങ്ങ് അറ്റം വരെ വേറൊരു ഫൗണ്ടെയിൻ്റെ അവിടേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം ഇവിടെ കുറേ ഇരിക്കാനുള്ള പ്ലേസ് ഒക്കെ ആയിട്ട് കുറേ തണൽ മരങ്ങളൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ ഒരു ബുദ്ധനും കൂടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബുദ്ധ സ്റ്റാച്ചും കൂടെ നമുക്കൊരു പ്രത്യേക മരം, എന്ത് മരമാണെന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, അതിന് താഴെ ഒരു ബുദ്ധനെയും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് കുറേ പ്ലേസസ് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു പീച്ചി ഡാമിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. ഷട്ടറൊക്കെ തുറന്നിട്ടുള്ള ടൈം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന ഒരു കിടിലൻ വ്യൂവും അടിപൊളിയായിരിക്കും. അതിനുശേഷം ഇവിടുത്തെ ഒറ്റ ഫൗണ്ടെയിനും വർക്കിംഗ് അല്ല കേട്ടോ. എല്ലാ ഫൗണ്ടെയിനും സ്റ്റോപ്പ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയമാണ്. ഫുൾ വെള്ളമൊക്കെ അഴുക്കൊക്കെ ആയി ആകെ മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു പുല്ലൊക്കെ ഇല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ പറ്റാൻസ് ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ചെറുതിലോ വന്നൊരു 5th പഠിക്കുന്ന ടൈമിൽ വന്നിട്ട് കറക്റ്റ് ഈ ഒരു പുല്ലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രക്കിംഗ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വരും എന്നാണ് പറഞ്ഞത്. നമ്മളിത് ട്രൈ ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ ഇത് കോൺടാക്ട് ചെയ്തില്ല. അതിനുശേഷം നമുക്ക് വരുന്നതാണ് ഒരു കേരളത്തിൻ്റെ ത്രിമാന മാതൃക, ഒരു റിലീഫ് മാപ്പ് ഓഫ് കേരള എഞ്ചിനീയറിംഗ് മ്യൂസിയം വരുന്നുണ്ട്. ഇതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാക്കിലായിട്ടാണ് ഇത് വരുന്നത്. ഇത് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതിൻ്റെ ആ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റില്ല, പുറത്ത് നിന്നുകൊണ്ട് വേണം കാണാൻ. അപ്പോൾ ഇതും കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഡാമിലുള്ളത്. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു ഡാമിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിത് ആ ഗാർഡൻ്റെ അവിടെ നിന്നും നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നും വന്ന് നമ്മുടെ ആ ഒരു റോഡിൽ കൂടെ നടക്കുവാണ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങൾ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ സ്വിമ്മിംഗ് പൂൾ സ്റ്റാർട്ടിങ് അല്ല, നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട്, ഇതൊരു ഓവൽ ഗാർഡൻ എന്നാണ് പറയാം, അവിടെ നമുക്കൊരു ഷോപ്പും കൂടെ വരുന്നുണ്ട് ഇവിടെ. സോ നമ്മൾ പീച്ച് ഡാം ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് കയറാണ്. ഒരു വലിയൊരു കയറ്റമാണ്. നമ്മളിവിടെ ഒരു കടയുണ്ട്, അവിടുന്ന് ഒരു മൗണ്ടൈൻ്റെ ഒക്കെ വാങ്ങിച്ച് കുടിച്ച് നടക്കുകയാണ്. നല്ല വെയിലാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കയറ്റം. ഓക്കെ, ഇത് മൊത്തം നമ്മൾ കയറി അവിടേക്ക് എത്തണം.
ഈ സ്റ്റെപ്പ് കയറുന്നതിൻ്റെ ഒപ്പം തന്നെയായിട്ട് ഓരോ പോർഷനിലും നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ടവർ പോലെ, ഒരു വാച്ച് ടവർ പോലെയൊക്കെ നമുക്ക് നിന്ന് ഇതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു 2 പോർഷനിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒരു പോർഷനിലുള്ളതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ പോയ ടൈമിൽ ഭയങ്കര ഒരു ദിവ്യപ്രകാശമൊക്കെ വന്നിരുന്നു കേട്ടോ ആകാശത്ത് നിന്ന്. അതിനുശേഷം രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു വഴി ഇങ്ങനെ പോണ കാണാം. അപ്പോൾ നമ്മളത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചിട്ടാണ് നമ്മളത് ഫോളോ ചെയ്ത് പോയേ. അപ്പോൾ നമ്മൾ കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ട്. നടന്നു പോയപ്പോൾ ഒന്നുമില്ല, ഒരു ഇരിക്കാനുള്ള പ്ലേസസ് ഒക്കെ തന്നെയാണ് കൂടുതൽ. നമ്മൾ അധികം ഇങ്ങോട്ട് നടക്കാൻ പോയില്ല. നമ്മൾ തിരിച്ചെന്നെ എത്തി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ പീച്ചി ഡാമിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കയറി ടോപ്പിൽ തന്നെ എത്തി. നമ്മൾ തിരിച്ചു പോവാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരപ്പാങ്കെട്ട് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ഒരു പ്ലേസും കൂടി ഉണ്ട്. പക്ഷെ അവിടെ ഇപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പം ഇത്രയ്ക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. വൈകിട്ട് ഞാൻ നന്നായി പ്രിഫർ ചെയ്യുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയൊക്കെ തന്നെ. വലിയ അടിപൊളി എന്നൊന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ വീഡിയോ. ഇനി പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ വീഡിയോസ്.